അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അറബിൻ മലബാർ ഷെഫിന്റെ നൗഫലാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റമാണ്. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, എല്ലാവരും പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങളിൽ അങ്ങേയറ്റം നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്തായാലും ഈ ഐറ്റം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സക്സസ് ആവും. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നില്ല, എന്നാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോകും. അപ്പൊ ചുരുക്കി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫുൾ ചിക്കൻ കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ചിക്കൻ ആദ്യം മസാല തേച്ച് നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അതല്ല, നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ മസാല തേച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഡയറക്റ്റ് എടുത്ത് പൊരിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞ് ഒരു വീഡിയോ ലെങ്തി ആക്കുന്നില്ല. വീഡിയോയിലോട്ട് നമുക്ക് പോയി വരാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിന് നമ്മൾ ഫുൾ ചിക്കനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചിക്കൻ ആദ്യം എടുത്ത് നല്ലപോലെ ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ 300 ഗ്രാമുള്ള ചിക്കനാണ്. അപ്പോൾ നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മസാല ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ ഞാനിതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ തൊലി കളയാണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ തൊലി കളയാണ്ടാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഡീപ്പായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അത് 3-4 കട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗ്യാപ്പിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നല്ലപോലെ ഇതിനൊന്ന് കഴുകിയെടുക്കാം. ഇത് ക്ലീൻ ചെയ്ത് വരുന്ന ചിക്കനാണ് കേട്ടോ, അതുകൊണ്ട് ഒരുപാട് ബ്ലഡോ അങ്ങനെയൊന്നും ഇല്ല. എന്നാലും നമുക്ക് 2-3 തവണ ഒന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം അതിനെ. അടുത്തായിട്ട് ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം നമുക്ക്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, സുർക്ക, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുളക് പൊടി 1.5 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഗരം മസാല 1/2 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് നമുക്ക് പാകത്തിന്, ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1.5 ടീസ്പൂണാണ്. സുർക്ക 2 ടേബിൾ സ്പൂൺ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലപോലെ മസാല ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴി നമുക്ക് ഈ മസാലയിലേക്ക് വെച്ചെടുത്ത് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിന് സ്കിൻ ഉണ്ടായിക്കോളണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്കിന്നില്ലാണ്ട് നിങ്ങൾക്ക് ഇതുണ്ടാക്കാവുന്നതാണ്. നല്ലപോലെ എല്ലാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ എല്ലാം മസാല നല്ലപോലെ തേച്ച് കൊടുക്കുക. ഈ മസാല ഇങ്ങനെയൊക്കെ തേച്ച് നമുക്ക് ഒരു ദിവസം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കണം. എടുത്തു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാല കോഴിയിലോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനൊന്നും ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് നമുക്ക് ഈ കുക്കിംഗ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ.
ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാല പിടിക്കും. ഇനി അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സാണ്. ഞാനിവിടെ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കുക്കർ അല്ലെങ്കിൽ നമുക്ക് ഈ ഇഡ്ഡലി പാത്രം ആയാലും മതി. ഇഡ്ഡലി പാത്രത്തിൽ അടിയിലെ തട്ട് വെച്ചിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ആ പാത്രം വെച്ചിരിക്കുന്നത് തന്നെ ഈ സ്ട്രെയിനർ അതിലേക്ക് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പാത്രം ഇറക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊരു ഇഡ്ഡലി തട്ടാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, അടിയിലെ തട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഈ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ മാക്സിമം കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ ഇഡ്ഡലി പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം നിങ്ങൾ ഇതിനെ നല്ലപോലെ സ്റ്റീം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അരി 1 കിലോനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി ഒരു 10-20 മിനിറ്റൊക്കെ നമുക്ക് കുതിർത്തി വെക്കാം. രണ്ട് വിസിൽ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് ഇത് കോഴി എന്ന് നോക്കി നോക്കാം. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടുണ്ടാവും, അപ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നമുക്ക് ചിക്കൻ്റെ നല്ല സ്റ്റോക്ക്, ചിക്കൻ്റെ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചിക്കൻ്റെ എണ്ണയും അതിനുള്ള കൊഴുപ്പും ആ മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് അരിക്ക് വേണ്ട വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഗ്രാമ്പു 5-6 പീസ് മതി. പട്ട 4-5 പീസ്, അതുപോലെ ഏലക്ക 4 പീസ്. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂൺ. എണ്ണ നമുക്ക് ആവശ്യത്തിന്, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഓയിലി ഫുഡ് വേണ്ടതൊരു കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഒരു 30 ml വരെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്കോട് കൂടിയിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് പുറമേ നിങ്ങൾ 2 ഇരട്ടി വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ സ്റ്റോക്കും കൂടിയിട്ടാണ് 2 ഇരട്ടി വെള്ളം. ഇനി ഏകദേശം വെള്ളം വറ്റി വരുന്ന ആ ടൈമിലാണ് ഇതിനെ നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഏകദേശം വെള്ളം കുറഞ്ഞു വന്നിട്ടുണ്ട്.
ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ പുഴുങ്ങി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. വേറെ ഇനി മസാല ഒന്നും പ്രത്യേകം തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ മസാല തന്നെ അതിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ കിട്ടും. നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു സൈഡ് ഒരു 10 മിനിറ്റോളം, ഒരു സൈഡ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിം ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ്, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മുടെ റൈസ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മളൊരു നല്ലൊരു മണത്തിനും ഇതിനൊക്കെ വേണ്ടി നമുക്ക് മല്ലിയിലും പുതിനയിലൊക്കെ വെട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി റൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു സൈഡ് ഡിഷായിട്ടൊരു തക്കാളി വെച്ചുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം. 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 3 പച്ചമുളകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് സുറുക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ മതി, 1 ടേബിൾ സ്പൂൺ മതി. നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ആ റൈസിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ഇനി റൈസ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 8 പേരൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ട് ഒരു 8 പേരൊക്കെ സുഖമായിട്ട് കഴിക്കും.
അപ്പം നമ്മുടെ ചെറുക ചിക്കനും റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയിരിക്കുന്ന മെത്തേഡിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഡെസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. നല്ല ഭക്ഷണം കഴിച്ച് ഒരുപാട് കാലം നമുക്ക് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, മഅസ്സലാമ.